ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വയനാട് ട്രിപ്പ്. ഇപ്പൊ എവിടെ എത്തിയിട്ടൊന്നുമില്ല. ആദ്യം കോഴിക്കോട് ബീച്ചിലാട്ടോ പോകുന്നത്. കോഴിക്കോട് എത്താൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ വഴി കൂടെ പോകുമ്പോ തന്നെ നല്ല രസമാണ്. മഞ്ഞൊക്കെ ഉണ്ട്, കാണിച്ചു തരാവേ. അപ്പൊ ഗൈസ്, നമ്മൾ കോഴിക്കോട് ബീച്ച് എത്തിയിട്ടുണ്ട്. ഇറങ്ങാൻ പോവാട്ടോ. കാണത്തൊന്നുമില്ല, ഇപ്പോഴും നല്ല ആൾക്കാരുണ്ട്. മണ്ടയ്ക്കൊക്കെ ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങാനായിട്ട് ചുമ്മാ വന്ന് നിൽക്കുക കേട്ടോ. നല്ല ആൾക്കാരുണ്ട് കോഴിക്കോട് ബീച്ചിൽ. തിര കുറച്ചുണ്ട് തിര അല്ലേ. ഓ, ഇവിടെ ഫുട്ബോളാണ് കേട്ടോ. നമുക്ക് അറിയാൻ പറ്റത്തില്ല കടൽ എവിടം വരെയാ വരുന്നത്. കടലിൻ്റെ അവസ്ഥയൊന്നും അറിയാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല തിരയുണ്ടേ. കടലിൽ നിന്നൊക്കെ കയറിയിട്ടുണ്ട്. തിരയൊന്നും ഇല്ല കേട്ടോ. വരെ കുറച്ച് ദൂരം വരെ പോവാം. ഒരുപാടൊന്നും പോകാൻ പറ്റത്തില്ല. തിരയൊന്നുമില്ല അത്രയും. അപ്പോൾ ഞങ്ങളിവിടെ ചായ കുടിക്കാൻ നിൽക്കുക. ഞാൻ കുടിക്കുന്നില്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ്. നല്ല രസമുണ്ട്. ഇനി നമുക്ക് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇപ്പം ടൈം ഏകദേശം 2:27, വെളുപ്പിന് 2:27 ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം പിള്ളേരുണ്ട്. ഈ സമയമായാലും ഇവിടെ എല്ലാവരും ഫുട്ബോൾ കളിക്കുകയും എല്ലാം കളിക്കുകയൊക്കെയാണ്. കൊച്ചു പിള്ളേരൊക്കെ മണ്ണ് വരി കളിക്കുക. അവിടെ ഇവർക്കൊന്നും ഉറക്കമില്ല. ഞാൻ പെട്ടെന്ന് കയറി അടുത്ത സ്ഥലത്ത് നിന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ സ്ഥലത്തെത്തി. ഹോട്ടലിൽ എത്തിയായിരുന്നേ. ഇന്ന് 5 മണിക്ക് എത്തിയതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇപ്പം ഹോട്ടലിൽ നിന്ന് റൂമിലിട്ടാൽ അപ്പം റൂമിൽ നിന്ന് താഴെ നോക്കുമ്പോൾ വ്യൂ കാണിച്ചത്. അത്ര വലിയ വ്യൂ ഒന്നും ഇല്ല, ചുമ്മാ ഒരു റോഡ്. ഇതാട്ടോ റൂമ്. അത്യാവശ്യം നല്ലൊരു റൂമാണ്. TV ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു യൂട്യൂബ് കൊണ്ടുകൊണ്ട് തന്നെ. സ്ഥലം ഏതാണെന്നൊന്നും അറിയത്തില്ല. വീഡിയോ എടുക്കാതെ പോയി നമ്മൾ പൂക്കോട്ട് ലേക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നല്ല പാർക്ക് പോലെ നല്ല ഇതൊക്കെ ഉണ്ട്. മണ്ടയ്ക്കൂടെ നടക്കുന്ന സാധനങ്ങൾ. ഈ സൈഡ് പാർക്കാട്ടോ. കുറെ കീ ചെയിൻസ് ഒക്കെ തൂക്കിയിട്ടുണ്ട് കടയില്. പൂക്കോട്ട് ലേക്ക് സൂപ്പർ. ഞങ്ങൾ കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അപ്പം ചേട്ടാ ഫ്രീ ആയിട്ട് മിഠായി തന്നു. അത് നോക്കിയിരിക്കും കേട്ടോ. നിങ്ങൾ വന്നിട്ടുണ്ടോ വയനാട് പൂക്കോട്ട് ലേക്കില്? ടിക്കറ്റ് എടുക്കണം കയറണമെങ്കിൽ. അടങ്ങിയടാ. അവിടെ നിൽക്കുക, അനക്കിക്കൊണ്ടിരിക്കണം. അമ്മ അവിടെ ഇരുന്നോ? അവള് വരത്തൊന്നുമില്ല, ഓടി അവിടെ നിൽക്കത്തേ ഉള്ളൂ. കാണാൻ പറ്റുമോ? എന്താണ് ഇത്? അപ്പൊ നമ്മള് ക്ലാസ് മെമ്പറിൽ കയറിയിട്ടുണ്ട്. ഇറങ്ങണ്ടേന്നൊന്നും അറിയാതെ ഇവിടെ മാത്രം പറയാം. ഒത്തിരി സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരിച്ചിറങ്ങി. നമ്മൾ ഈ സ്ഥാനത്തേക്ക് കേറിയായിരുന്നു. അതിന്റെ വീഡിയോ വരും കേട്ടോ. നല്ല ടഫ് കേട്ടോ. ഇത് കയറി കഴിഞ്ഞാൽ നമുക്ക് ജീവൻ കിട്ടാൻ പേടിയാ. എൻ്റെ ഫേവറേറ്റ് സാധനം ഒന്നും ഇത് തന്നെ. നമ്മൾ സൈക്കിൾ റൈഡിൽ കയറാൻ പോട്ടോ. അതിൻ്റെ മണ്ടയ്ക്കൂടെ പോകുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും കയറുന്നില്ല. താഴെ കുളമല്ല, ഒരു മതി വെള്ളത്തിൽ കൂടെയാണ് മണ്ടയ്ക്കൂടെ പോകാൻ പോകുന്നത് കേട്ടോ.
നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇനി കാരാപ്പുഴ ഡാമിലോട്ടാണ് പോകുന്നത്. കുറച്ച് ദൂരം ഉണ്ട്. പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കാരാപ്പുഴ ഡാമിലോട്ട് പോകുന്നത്. ഇപ്പം നല്ല ക്ലൈമറ്റ് ആണോ പറഞ്ഞേക്കുന്നത്. പോയി നോക്കാം ക്ലൈമറ്റ് ഉണ്ടോ ഇല്ലേന്ന്. Take the next right to Stone National Highway 76. കാലം ദൂരെ പോരുത്. ചരി ഒച്ചന്തിയേ അപ്പോൾ ഗൈസ് നമ്മൾ എടയ്ക്കൽ കേവ് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ ആയി. കുത്തനെ മഴ കയറും. ഒരു കുഞ്ഞി വഴിയാണ്. വളവും തിരിവൊക്കെ ഇല്ല. കാടിൻ്റെ നടുക്കൂടെ ഒരു നടക്കും. അപ്പുറം ഒരു സൈഡ് കട, ഇപ്പുറം സൈഡ് കാട്. കാണിച്ചു തരാം. കുറേ നടന്ന് ഇപ്പം മണ്ടയ്ക്കെത്തിയിട്ടുണ്ട്. മണ്ടയ്ക്കെത്തിയില്ലെങ്കിൽ കയറാൻ കിടക്കുക. ഗുഹയ്ക്കകത്തോട്ട് കയറാൻ കിടക്കുന്നേ ഉള്ളൂ. കയറ്റം കയറി വന്നിട്ടുണ്ട്. കാരണം ചെന്ന് ടിക്കറ്റ് എടുക്കണം. എന്നാലേ ഗുഹയ്ക്കകത്തോട്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ. തണുക്കും. അപ്പോൾ ഗുഹയ്ക്കകത്ത് കയറിയിട്ട് വീഡിയോ എടുക്കാം. നമ്മൾ ഇടയ്ക്കൽ ഗുഹയുടെ അകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതുവഴി കയറി പോകണം കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ പേടി വരും നോക്കുമ്പം. വലിയൊരു ഗുഹയ്ക്കകത്തൂടെ കേട്ടോ. ഇവിടെ എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ എഴുതി വെച്ച സാധനങ്ങളാണ്. എൻ്റെ വോയിസ് കേൾക്കാവോന്ന് വല്ല. ഇവിടെ നിറച്ച് സൗണ്ട് ആൾക്കാർ. അമ്മ അതിൻ്റെ അകത്തുണ്ടോ അമ്മ? നല്ല വേഷം. ആ ഭാഗം മാത്രമുള്ള ടൗണ് ഇങ്ങോട്ട് ഇല്ല. കാടിന്റെ നടുക്ക് അത്ര ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാരും നോക്കിയേ. ഓടി. നമ്മൾ ഊട്ടി എത്തിയിട്ടുണ്ട്. സ്ഥലത്തിട്ട് കണ്ണ് കാണാൻ പറ്റാത്ത തറുത്ത മഞ്ഞാട്ടോ. കണ്ടോ, പേരൊന്നും എനിക്കറിയൂല. സൈഡിലൊക്കെ ഊട്ടിപ്പൂ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഊട്ടിപ്പൂല്ല, മഞ്ഞ്. ഒന്നുമില്ല. നമ്മൾ ഷൂട്ടൊക്കെ ചെയ്യുന്ന ഒരു പ്ലേസിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഷൂട്ടിംഗ് പ്ലേസ് മാത്രമേ പറയത്തുള്ളൂ എല്ലാവരും. ചുമ്മാ ഒരു മല കയറുക. മല കയറുക അത്രേ ഉള്ളൂ. മലയുടെ മണ്ടയ്ക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ എന്നാണ് പറയുന്നത്. മല കയറിക്കൊണ്ടിരിക്കുക. ദിവസം കുഞ്ഞൊരു മലയാണ്. വലിയൊരു മല.
മണ്ടയ്ക്ക് കയറിയാലേ വ്യൂ അറിയത്തുള്ളൂ. ഞങ്ങൾ മണ്ടയ്ക്ക് കയറി. നമ്മൾ എല്ലാം നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. സമാധാനമായിട്ടുണ്ട്. ബൈ ബൈ.